വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പ്രായഭേദമന്യേ നൽകി വരുന്ന ഒരു 12 അക്ക വിവിധോദ്ദേശ ഏകീകൃത സിവിൽ നമ്പറാണ് നമ്മളിപ്പോൾ ആധാർ എന്ന പേരിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത്. 2009 ഈ ആധാർ വരുന്നത്. 2009 ആധാർ വരുന്നെങ്കിൽ യു പി എ സർക്കാരിന്റെ കാലത്താണ് വരുന്നതെങ്കിൽ ബി ജെ പി അന്നതിനെതിരായി 2009 ഓഗസ്റ്റില് ഇൻഫോസിസ് കമ്പനിയുടെ ചെയർമാൻ നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിൽ യു ഐ ഡി അതോറിറ്റി പ്രവർത്തിച്ചു തുടങ്ങി. ഇങ്ങനെ യു ഐ ഡി അതോറിറ്റി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ആധാറിന്റെ ഉദ്ദേശങ്ങളെല്ലാം യു പി എ സർക്കാർ മുന്നിലേക്ക് വച്ചപ്പോൾ അത് പ്രാവർത്തികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സർക്കാർ അന്ന് ബി ജെ പി സർക്കാർ അല്ല ബി ജെ പി അന്ന് അതിനെ എതിർത്തിരുന്നു. ആ ബി ജെ പി ഇപ്പോഴും അതിനെ യു പി എ സർക്കാരിന്റെ കാലത്ത് ആധാർ അവർ തുടങ്ങുന്നതിന് പിന്നിൽ അഴിമതിയുണ്ട്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് അവർ നടപ്പിലാക്കുന്നതിൽ അവർക്ക് പാളിച്ച പറ്റും എന്നുള്ള രീതിയിലാണ് ബി ജെ പി ഇപ്പോഴും വാദിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ 2010 സെപ്റ്റംബർ 29 മഹാരാഷ്ട്രയിലെ നന്ദർബാറിലെ തെമ്പാലി പട്ടികവർഗ ഗ്രാമത്തിലാണ് ആധാർ വിതരണത്തിന്റെ ഉദ്ഘാടനം അന്ന് നടന്നത്. പോരാത്തതിന് ആധാറിന്റെ ആദ്യത്തെ നമ്പർ അന്ന് വളരെ ഫേമസ് ആയിരുന്നു. അങ്ങനെ ആധാർ അവിടെ നടന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ബയോമെട്രിക്സ് എടുക്കുക, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുവരെ നമ്മുടെ തിരിച്ചറിയൽ രേഖ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിലും ആധാർ വന്ന ശേഷം എല്ലാ ആവശ്യത്തിനുമായി ഒരൊറ്റ കാർഡ് എന്ന രീതിയിലേക്ക് ആധാറിനെ കൊണ്ടുവരാനായിട്ട് ബി ജെ പി സർക്കാർ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ ഉപേക്ഷിച്ച് നടന്നു. നമുക്കിപ്പോ പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം. നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഈ ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. ഈ ഫേക്ക് അക്കൗണ്ടുകൾ, പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മറ്റു വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം തടയാൻ കേന്ദ്ര സർക്കാർ എങ്ങനെ അത് എഫക്റ്റീവായിട്ട് തടയാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട ഒരു പോംവഴി എന്ന് പറയുന്നത് ആധാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ ആധാറിന്റെ എന്തെങ്കിലും ഒരു വഴിയിലൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമുക്ക് ഈ അക്കൗണ്ട് ക്രെഡിബിൾ ആണോ എന്ന് അറിയാനുള്ളൊരു ഇത് ഉണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ആധാറും ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളുമായിട്ട് ആധാർ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ആ സ്ഥലങ്ങളിലെ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ബന്ധിപ്പിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ ആധാർ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ കള്ള വോട്ട് തടയാൻ സാധിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്, കരുതുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് വരുന്നു. എതിർപ്പ് വരുമ്പോൾ പ്രതിപക്ഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇതുപോലെ പറഞ്ഞാണല്ലോ നോട്ട് നിരോധനം കൊണ്ടുവന്നത്. നോട്ട് നിരോധനത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? 1.5 ലക്ഷം കോടി നോട്ടുകൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മാർക്കറ്റിലുള്ള എല്ലാ നോട്ടുകളും തിരിച്ചു വന്നില്ലേ? അപ്പൊ ആ നോട്ട് നിരോധന പരാജയമല്ലേ? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടുവരും, കള്ള വോട്ട് തടയാൻ പറ്റുമെന്ന് പറയും. പക്ഷെ ഇത് നടക്കുന്ന കേസല്ല എന്നാണ് പ്രതിപക്ഷം ഇപ്പൊ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബിജുചേട്ടൻ ആദ്യം നമ്മൾ ഈ വിഷയം ഇതിന് പുറത്ത് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എന്നോട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഈ ആധാർ നമ്മൾ എടുക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. അതായത് ഞാൻ ആധാർ എടുക്കാൻ പോകുമ്പോൾ ആദ്യമൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ആധാർ എടുക്കാൻ പോയപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നത് എവിടെയാണ്, എന്താ പേര്, എവിടെയാണ് വീട്, അഡ്രസ്സ് പറയും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. അങ്ങനെ പോയി ഞാൻ ആധാർ എടുത്തു. അത് പിച്ച വെച്ച് തുടങ്ങുകയായിരുന്നു ആധാർ. അതിനുശേഷം അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും പോയി ആധാർ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന വിവിധ തരം രേഖകൾ അവിടെ കൊടുത്താൽ മാത്രമേ ആധാർ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയി ആധാർ വരുമ്പോൾ വ്യാജ ആധാർ ഐഡികളുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാജ ആധാറുള്ള ബംഗ്ലാദേശികൾ, വ്യാജ ആധാറുള്ള റോഹിംഗ്യൻസ്, ഇവർക്കെല്ലാം വ്യാജ ആധാറുണ്ട്. അതെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് അവിടെ നൽകേണ്ട വിവരം, പേര്, ജനനത്തീയതി, ആണാണോ പെണ്ണാണോ എന്നുള്ളത്, വിലാസം, രക്ഷകർത്താവിന്റെ വിവരം, ഫോൺ നമ്പർ, ആവശ്യമായ ബയോമെട്രിക് വിവരങ്ങൾ, ഫോട്ടോ, 10 വിരലടയാളം, കൃഷ്ണമണിയുടെ ചിത്രം, ഇത്രയും മാത്രം നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ കൊടുത്താൽ മതി. ഇപ്പൊ ആധാർ എടുക്കുന്ന ഒരാൾ കൊടുക്കേണ്ട തിരിച്ചറിയൽ രേഖകൾ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്, പാൻ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സർക്കാർ നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് കൊടുക്കണം, ഒരു തൊഴിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഐ ഡി കാർഡ് കൊടുക്കണം, NREGS തൊഴിൽ രേഖ ഉണ്ടെങ്കിൽ അത്, ആംസ് ലൈസൻസ്, ഫോട്ടോ പതിച്ച ബാങ്ക് ATM കാർഡ്, ഫോട്ടോ പതിച്ച ക്രെഡിറ്റ് കാർഡ്, ഫോട്ടോ പതിച്ച പെൻഷൻ കാർഡ്, ഫോട്ടോ പതിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന കാർഡ് ആണെങ്കിൽ, ഫോട്ടോ പതിച്ച കിസാൻ പാസ്ബുക്ക്, പോസ്റ്റൽ വകുപ്പ് നൽകുന്ന ഫോട്ടോ പതിച്ച അഡ്രസ് കാർഡ് എന്നിവ ഒരു ആൾക്ക് ആധാർ എടുക്കണമെങ്കിൽ കൊടുക്കണം. ഇനി
തിരിച്ചറിയൽ വിലാസത്തിനും രേഖകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാസ്പോർട്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, റേഷൻ കാർഡ്, വോട്ടർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സർക്കാർ നൽകുന്ന ID കാർഡ്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ടെലിഫോൺ ലാൻഡ് ലൈൻ ബില്ല് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ്, ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ്, ഇൻഷുറൻസ് പോളിസി, ബാങ്ക് ലോൺ ഹെഡിൽ നൽകുന്ന സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ, അങ്ങനെ അത് ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. നമ്മുടെ അഡ്രസ്സ് ഇതാണെന്ന് തെളിയിക്കുന്ന രേഖ കൊടുക്കേണ്ടത്. അപ്പോ ആധാർ ഓരോ നാളുകൾ കഴിയും തോറും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. ആ അപ്ഡേറ്റ് ആകുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ള പല കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളും വരുന്നു. ഇപ്പോ ഈ ആധാർ ഇലക്ഷൻ കമ്മീഷൻ ID കാർഡുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും? കള്ളവോട്ട് തടയാൻ നരേന്ദ്രമോദി സർക്കാരിന് ഇതിലൂടെ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ വാലിഡ് ആണ്. സാധിക്കില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്താ തോന്നുന്നത്? ഈ ആധാർ കാർഡ് ഇന്ത്യയിൽ നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ അതിനെ BJP എതിർത്തത് ഈ രണ്ട് കാര്യങ്ങളാണ്. പ്രധാനമായി അന്ന് ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മൻമോഹൻ സിംഗ് സർക്കാരാണ്, UPA സർക്കാർ. ആ സമയത്ത് അവർ തൊടുന്നതെല്ലാം അഴിമതിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു വലിയ അഴിമതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. അല്ലാതെ ഇതിന്റെ ഒരു ഇത് പ്രാക്ടിക്കലായിട്ട് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. കാരണം അന്ന് ഈ UPA സർക്കാർ 23 രാഷ്ട്രീയ പാർട്ടികളെ, ഇതിനകത്തെ എല്ലാം ചെറുതും വലുതുമായ എല്ലാ പാർട്ടികളും എല്ലാം കള്ളന്മാരായിരുന്നു. തൊടുന്നിടത്തെല്ലാം വലിയ വലിയ ഈ 2G സ്പെക്ട്രവും കൽക്കരി അഴിമതിയും തൊട്ട് ചെറിയ 63 കോടിയുടെയും 50 കോടിയുടെയും വരെ തട്ടിപ്പറന്ന ടീമുകളാണ് അതിനകത്തുണ്ടായിരുന്നു, പാർട്ടിയുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ച്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരികയുണ്ടായത്. അതിനുശേഷം ഇത് കാർഡ് വന്നു. അതിൽ 2014 കഴിയുമ്പോൾ ഈ കാർഡ് ജൻധൻ യോജന അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബാങ്കിങ് അക്കൗണ്ടുകളെല്ലാം അതുമായി ബന്ധപ്പെട്ടു. ഇന്നിപ്പോ ഒട്ടുമിക്ക കാര്യങ്ങളും ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിൽ നമ്മുടെ പാൻ കാർഡും ഒക്കെ ആയിട്ട്. പക്ഷെ ഇതല്ല കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോലെ തന്നെ എല്ലാത്തിനും കൂടി ഒരു കാർഡ്, വൺ കാർഡ് വൺ നേഷൻ എന്ന് പറയുന്നത് പോലെ, അത് റേഷൻ കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടി, അതായത് നമ്മുടെ റേഷൻ കാർഡ് ഉൾപ്പെടെ ഒരു കാർഡ്, അത് തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ വൺ കാർഡ് വൺ നേഷൻ എന്ന് പറയുന്ന നമ്മുടെ റേഷൻ കാർഡിന്റെ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് മാറുകയാണ്. നമ്മുടെ അതിനുള്ള വർക്ക് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അത് ബന്ധിപ്പിച്ച് വരുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ ആണെങ്കിൽ പോലീസോ ഇല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികളോ നമ്മുടെ കാർഡ് ID കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാർഡിനകത്ത് ഈ വിവരങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. ഇപ്പൊ ധനുഷ് ഇപ്പൊ നേരത്തെ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞിരുന്നു, ആ ലിസ്റ്റ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഈവൻ റേഷൻ കാർഡ് പോലും വരുന്നുണ്ട്. അതായത് ഒരു കാർഡ് കൊണ്ടു നടന്നാൽ മതിയാകും. അത് QR കോഡ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള ഒരു കാർഡാണത്. ആ രീതിയിലേക്കാണ് നമ്മൾ മാറാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇനിയിപ്പോൾ നമ്മളുടെ അറിവ് ശരിയാണെങ്കിൽ, അത് എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം ശരിയാണെങ്കിൽ ഈ ആധാർ കാർഡും ബാക്കിയുള്ള കാർഡുകളുമായി എല്ലാം ലിങ്ക് ചെയ്തതിന് ശേഷം ഇത് ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് പിന്നീട് നമുക്ക് എല്ലാവർക്കും തപാൽ മാർഗമായിരിക്കും മറ്റേ ആ ഒരു എല്ലാത്തിനും കൂടി ഒരു കാർഡ് എന്നുള്ള സംവിധാനം വരുന്നത്. കാരണം ഇനി പ്രത്യേകിച്ച് ആരുടെയും കയ്യിൽ നിന്ന് ഡീറ്റെയിൽസോ ഡേറ്റയോ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിർണായകമായ 2 ചുവടുവെപ്പുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത്. അതിലൊന്ന്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ആരോപണം കടുപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീമതി കുമാരി മമതാ ബാനർജിയാണ്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് BJP വലിയ രീതിയിൽ ഇതില് കള്ളവോട്ട് ചേർക്കുന്നുണ്ട് ആണെന്നാണ് അവര് പറയുന്നത്. ഇതേ ആരോപണം തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ മത്സരിച്ചിരുന്ന ശ്രീ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ്, അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ, ഇപ്പോഴല്ല 2019 മത്സരിക്കുമ്പോൾ അദ്ദേഹം 1 ലക്ഷത്തിൽ പരം ഡബിളിംഗ് വോട്ടുകൾ, അതായത് 2 ഇടത്ത് വോട്ടുള്ളവരുടെ പേര് കണ്ടെത്തുകയും അത് കുറച്ചധികം നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം ആ വോട്ട് നീക്കം ചെയ്തുകൊണ്ടാണ് ജയിക്കാൻ കഴിഞ്ഞത്. കാരണം ഇടതുപക്ഷക്കാരായിരുന്നു ആ രീതി 2 ഇടത്തും കൂടെ വോട്ട് ചെയ്തത്. അതിനുശേഷം ഇത്തവണ അദ്ദേഹം മത്സരിക്കാനായി എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അത് പൂർണ്ണമായി മാറിയിട്ടില്ല. ഏതാണ്ട് ഒരു 65,000-70,000 വോട്ട് ഇപ്പോഴും ഡബിളിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ആധാറുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം, ഈ ഡബിൾ വോട്ട് എന്നുള്ളത് ഏതാണ്ട് തീരും. കാരണം ഒരു ആധാറിന് ഒരു വോട്ടല്ലേ ഉള്ളൂ. അപ്പൊ ആധാറുമായി ലിങ്ക് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഈ ആധാർ കാർഡും വോട്ടേഴ്സ് ID-യും രണ്ടും രണ്ടാണ്. ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് വോട്ടേഴ്സ് ID-യിലെ ഡീറ്റെയിൽസും രണ്ടും രണ്ടായിട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം രണ്ടിലെ അഡ്രസ്സ് വ്യത്യസ്തമായി കിടക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെ വേണമെങ്കിൽ വോട്ട് ചെയ്യാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് എനിക്ക് ഇപ്പോൾ തിരുവനന്തപുരം വോട്ട് ചെയ്യാൻ പറ്റും, പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചെയ്യാം.
നേരെ മറിച്ച് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ആറ്റിങ്ങൽ പാർലമെന്റിലും മണ്ഡലത്തിലും വോട്ട് ചെയ്യാം. രണ്ടിടത്തും എന്റെ പേരുകൾ രണ്ടായിട്ട് തന്നെ ഉണ്ടാകും. ഇതിന് അറുതി വരികയാണ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ആധാറുമായി ലിങ്ക് ചെയ്യുമ്പോൾ. അത് അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 66 കോടി വോട്ടർമാരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ആധാറുമായി നിലവിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ചെയ്തു എന്ന് അവർ പറയുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് 66 കോടി പേരുടെ. അപ്പൊ ബാക്കിയുള്ളവരുടെ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവര് അതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇത് ലിങ്ക് ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്കിപ്പോ ഒരു വോട്ടേഴ്സ് ID ഉണ്ട്, എനിക്ക് അത് ആധാറുമായി ലിങ്ക് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് അതിനകത്ത്. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ആധാർ ഇല്ല എന്ന്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അത് എന്തുകൊണ്ട് എനിക്ക് ആധാർ ഇല്ല എന്നുള്ള കാരണം വ്യക്തമാക്കണം. B6 ഫോം അനുസരിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ആധാർ ഇല്ലാതെ പോയത്, അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. അത് ഈ B6 ഫോമിലൂടെ ഞാൻ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം, എനിക്ക് എന്തുകൊണ്ട് ആധാർ ഇല്ല എന്ന് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുകയാണ്, എനിക്ക് ആധാറിന്റെ പിൻ നമ്പർ തരാൻ കഴിയുകയില്ല. നമ്മുടെ അന്വേഷണ ഏജൻസികളോടോ മറ്റു ഏജൻസികളോടോ ഞാൻ പറയുകയാണ് ആധാറിന്റെ നമ്പർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും എന്തുകൊണ്ടാണ് അത് പറഞ്ഞു തരാൻ കഴിയില്ല എന്നുള്ളതിന്റെ കാരണവും വ്യക്തമാക്കും. നേരത്തെ നമുക്ക് ആ നിയമം ഇല്ലായിരുന്നു, ഇപ്പൊ ആ നിയമം കൂടെ വരുന്നുണ്ട്. അതായത് പറയുന്നത് ഒരു പൗരന് ആധാർ കാർഡ് ഇല്ല എന്നത് പറയാൻ കഴിയില്ല. ആധാർ ഇല്ലെങ്കിൽ അതിനുള്ള റീസൺ കാണിക്കണം, എന്തുകൊണ്ടാണ് നമുക്ക് ആധാർ ഇല്ലാതെ പോയത്. ഇല്ല ഈ ആധാറിന്റെ നമ്പർ ഞാൻ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ തരുന്നില്ല, അതിന് കാരണം വ്യക്തമാക്കിയാൽ മതി. അത് ഇപ്പൊ ജെന്യൂൻ ആയിട്ടൊരു കാരണമാണ് എങ്കിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ അംഗീകരിക്കില്ല. മൂന്നാമത്, ഈ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അനധികൃത റോഹിംഗ്യകളും ബംഗ്ലാദേശികളും ഒക്കെ കോടതിയെ സമീപിച്ചു. അപ്പൊ അവരെ പിടികൂടിയിരുന്നു, അവർ അനധികൃതരാണെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ കയ്യിലൊക്കെ ഈ ID കാർഡുകൾ ഉണ്ടായിരുന്നു, ഈ ആധാർ കാർഡുകൾ ഉണ്ടായിരുന്നു. അവർ ലീഗലായിട്ടോ ഇല്ലീഗലായിട്ടോ സംഘടിപ്പിച്ച കാർഡുകളാണത്. അപ്പൊ അന്ന് കോടതി പറഞ്ഞത് ഇത് ഒരു ജന്മാവകാശ രേഖയായിട്ട് ആധാറിനെ കണക്കാക്കാൻ കഴിയില്ല, ഒരു പൗരത്വ രേഖയല്ല ആധാർ. ആധാർ ഒരു പൗരത്വ രേഖയല്ല. ഒരു പൗരത്വ രേഖ ആകണമെങ്കിൽ ഈ നാട്ടിൽ ജനിച്ചു വളരുന്നതാണ് പൗരത്വ രേഖ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ ചേർക്കുമ്പോഴേ ആധാറിന് ഏകദേശം ഒരു ജന്മരേഖ ഇല്ലെങ്കിൽ നമ്മുടെ പൗരത്വാവകാശ രേഖ എന്ന് പറയാൻ കഴിയും. ഇനി ഗർഭം ധരിച്ച് ഇവിടെ വന്ന് പ്രസവിച്ചാലും ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവിടെ ജനിച്ചു എന്നും പറഞ്ഞ് ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ്. പക്ഷെ അന്നേരവും രക്ഷകർത്താക്കളുടെ ഡീറ്റെയിൽസ് അതിൽ മറ്റേത് തന്നെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇതിനകത്ത് മുൻകാലങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആക്കി ആധാറിന്റെ ഡീറ്റെയിൽസുകളൊക്കെ. മുൻകാലങ്ങളിൽ അങ്ങനൊന്നും ഇല്ല. അപ്പൊ അതുകൂടൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ആധികാരികമായ ജന്മരേഖയായി മാറുന്നുള്ളൂ. അതിന്റെ പ്രക്രിയകളും ഇപ്പൊ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ വ്യാജ ആധാർ കാർഡ് ഒരു വലിയ രീതിയിൽ കുറയും. വ്യാജ ഐഡികളും ആധാർ കാർഡും ഒക്കെ അമേരിക്കയിൽ പോലും നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഇവിടുന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ അവിടെ കയറുന്നതും ഇതിനുള്ള വ്യാജരേഖകൾ കാണിച്ചിട്ടായിരിക്കുമല്ലോ. അപ്പൊ അതെല്ലായിടത്തും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ പൂർണ്ണമായും 100 പേരെയും ക്ലിയർ ചെയ്യാമെന്നൊന്നും അല്ല, ഏതാണ്ട് ഒരു 95-98% വരെ ഈ രീതിയിലാണ് ക്ലിയർ ചെയ്യും. അതായത് നമ്മളുടെ എല്ലാ കാർഡുകളും കൂടി ഒരു കാർഡിലേക്ക് ബന്ധിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വലിയ പ്രക്രിയ നടക്കുന്നത്. ഈ ഇലക്ഷൻ കാർഡ് ഇതൂടെ കഴിഞ്ഞാല് ഏതാണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വലിയ രേഖയിൽ ഒന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഇലക്ഷൻ ID കാർഡ് ആണ് ഏറ്റവും കൂടുതൽ. അതായത് ആധാർ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പക്കൽ ഏറ്റവും കൂടുതലുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ID കാർഡാണ്. പിന്നെ നമുക്ക് വരുന്ന റേഷൻ കാർഡാണ്. കാരണം റേഷൻ കാർഡ് കുടുംബത്തിൽ ഒന്നേ കാണത്തുള്ളൂ. ഇലക്ഷൻ ID കാർഡ് ഓരോ വ്യക്തിയുടെ കയ്യിൽ കാണും. ആധാർ കാർഡും ഓരോ വ്യക്തിയുടെ കയ്യിൽ കാണും. ബാങ്ക് അക്കൗണ്ട് ഒന്നും എല്ലാവരുടെയും കാണണമെന്നൊന്നുമില്ല. അപ്പൊ ഇത്രയും കാർഡുകൾ നിർണ്ണയം. അപ്പൊ ഇതൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വലിയ രേഖകളെല്ലാമായി. ഇതിനോടൊപ്പം തന്നെ നിർണായകമായ ഒന്നാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് നമ്മളുടെ ആധാറുമായി ലിങ്ക് ചെയ്യണം എന്നുള്ളത്. ഇത് നേരത്തെ തന്നെ വന്നിരുന്ന നിയമമാണ്. പല രാജ്യങ്ങളിലും ഈ നിയമം ഉണ്ട്, നിലവിലുണ്ട് പല രാജ്യങ്ങളിലും ഈ നിയമം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ, കാരണം ഇന്നിപ്പോ നമ്മുടെ ലോകത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം എല്ലാത്തിലും സോഷ്യൽ മീഡിയ ലിങ്ക്ഡ് ആണ്. അപ്പോ ഇതിനകത്ത് അപ്പൊ എന്ത് കാര്യത്തിനായാലും ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്ന കാര്യത്തിലായാലും ഗവൺമെന്റുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ആയാലും ഒക്കെ തന്നെ ഈ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഉള്ള ഫേക്ക് അക്കൗണ്ടുകൾ പോകും. കാരണം ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഒരു കള്ള ആധാർ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കി പിടി വീണ് കഴിഞ്ഞാൽ അകത്തു പോകും. ഇപ്പോഴ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന കേസല്ല അപ്പോഴുണ്ടാകുന്ന കേസ്. ഇപ്പോഴിപ്പോ നമ്മളൊരു ഫേക്ക് ID കൂടെ ആരെങ്കിലും ചീത്ത വിളിച്ചു, അത് നമ്മളിപ്പം അന്വേഷണ ഏജൻസി വഴികളൊക്കെ പോയി അവരെ കണ്ടെത്തി പിടിച്ചു കഴിയുമ്പോൾ അവർക്ക് ചാർത്തപ്പെടുന്ന കുറ്റമായിരിക്കില്ല ഫേക്ക് ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ.
നേരെ അകത്ത് പോകും. വേണമെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് തിരിയാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ കുറച്ച് ശുദ്ധീകരിക്കപ്പെടും, കുറച്ച് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. പിന്നെ അതിനകത്തൊക്കെ വരുന്നതിനകത്ത് ആർക്കും ഇപ്പൊ കേസ് കൊടുക്കാനായിട്ട് വളരെ കുറച്ച്, ഇപ്പൊ നമുക്ക് ഈ ഫേക്ക് ഐഡിയയിൽ കൂടെ വരുന്നതുകൊണ്ട് കേസ് കൊടുക്കാനോ അന്വേഷിക്കാനോ വലിയ പ്രയാസകരമായിട്ട് ഉള്ള കാര്യമുണ്ട്. അങ്ങനെ വരും. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെയുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് കണക്കുള്ള വ്യാജ ഐഡികൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ചാനലുകളും പോസ്റ്റുകളും ഒക്കെ അതോടുകൂടി തന്നെ ഇല്ലാതാകും. ഒരുപക്ഷെ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ 50 ലക്ഷമോ 20 ലക്ഷവും 25 ലക്ഷമോ ഒക്കെ വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളുടെ ഒക്കെ എണ്ണം പകുതി കണ്ട് കുറയും. കാരണം ഇതിനകത്ത് ഫേക്ക് ആയിട്ടും ബൂസ്റ്റ് ചെയ്തതും ഒപ്പം തന്നെ ഈ ബോട്ട്സ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതെല്ലാം പോകുന്ന ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഹേറ്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ വ്യാജ ഐഡിയിലൂടെ വരുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം വരും. അങ്ങനെ ആധികാരികമായ ഒരു രേഖയായി ആധാർ അപ്പോഴും മാറുന്നില്ല. ആധാറിലേക്ക് ഇതെല്ലാം ലിങ്ക് ചെയ്തതിന് ശേഷം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് ഒരു കാർഡ് വരികയാണ്. അതായത് പോലീസ് പിടിച്ചിട്ട് നമുക്ക് അവരുടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് നിങ്ങളുടെ ലൈസൻസ് എടുക്കൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ലൈസൻസ് എടുക്കൂ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ശരിക്കും. ഇപ്പൊ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്താൽ പോലും അവർക്ക് മൊബൈലിൽ കൂടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അവർക്ക് പരിവാഹൻ എന്നൊക്കെ പറഞ്ഞൊരു സൈറ്റിൽ കൂടെ അവരുടെ നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നമുക്ക് പൊല്യൂഷൻ ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എല്ലാം കംപ്ലീറ്റ് അവർക്ക് കിട്ടുന്ന രീതിയിൽ അവരുടെ ആധുനിക സംവിധാനത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും വേണ്ട, ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും, പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ്, ബാങ്കിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ വസ്തുവകകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാകും. അങ്ങനെ A to Z ഉണ്ടാകും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. അതായത് നമ്മൾക്ക് ഒരു സർക്കാരിൽ എന്തെങ്കിലും അപേക്ഷിക്കണമെങ്കിലും ഈ ഒരു ഒറ്റ കാർഡ് നമ്പർ മതിയാകും. ഇനി പോലീസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആകും. കാരണം അവർക്ക് ഈ ഒറ്റ കാർഡിന്റെ ഈ വ്യക്തിയുടെ A to Z കാര്യങ്ങൾ തിരക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പോലീസിന്റെയും മറ്റുമൊക്കെ കൂടുതൽ സമയങ്ങൾ നഷ്ടമാകുന്നത് അവർ ഈ ക്രൈമുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് അവർക്കൊരു വലിയ സമയനഷ്ടം ഇതിൽ വരുന്നുണ്ട് കേസ് അന്വേഷണത്തിൽ. ഇപ്പൊ നമ്മളിപ്പോ പുതിയൊരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഭാരത് ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ട് അമിത്ഷാ കൊണ്ടുവന്ന പുതിയൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണെങ്കിൽ ഓരോ കേസിനും ഇത്ര ദിവസമെന്നുണ്ട്, എത്ര ദിവസത്തിനുള്ളിൽ FIR ഇടണമെന്നുണ്ട്, എത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്നുണ്ട്, എത്ര ദിവസത്തിനുള്ളിൽ അത് കോടതിയിൽ സമർപ്പിക്കണമെന്നുണ്ട്, അതിന്റെ ശിക്ഷ എത്ര ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കണം, വിധി വരണമെന്നുണ്ട്. ഇതിന് കൃത്യമായിട്ട് ഉണ്ട്. അതിപ്പോ പല സംസ്ഥാനത്തും ഇപ്പൊ ലാസ്റ്റ് അത് ചണ്ഡീഗഡിലായിരുന്നു സമ്പൂർണ്ണമായി അത് ഭാരത് ന്യായ സംഹിതയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനത്തേക്ക് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വരുമ്പോഴത്തേനും ഈ പോലീസ് സംവിധാനം ആണെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ കാരണം അവരെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ടൈം അവർക്ക് എടുക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. ഒരു പ്രതിയെ കിട്ടുന്നു, ഈ പ്രതിയുടെ ഡീറ്റെയിൽസിലേക്ക് അവർ പോകുന്നു, ഇത് എവിടെയുള്ളതാണ്, എന്താണ്. അപ്പൊ ഇങ്ങനെ കൂടെ വന്നാൽ അതിന് ആ ടൈമിങ് കുറയ്ക്കാൻ അവരെ സംബന്ധിച്ച് പറ്റും. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെ ഒരു രേഖ ഉള്ളതുകൊണ്ട് ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോണും മറ്റുമൊക്കെ എടുക്കാൻ ചെല്ലുന്നവർക്ക് സംബന്ധിച്ച് കൂടുതൽ രേഖയൊന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ ചെല്ലുകയാണെങ്കിൽ ആധാരം, മുന്നാധാരം, അതിന് മുമ്പുള്ള ആധാരം, പിന്നെ കുടുംബത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം കൊടുക്കേണ്ടി വരും. ഇതൊന്നും അതിന്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ബാങ്ക് ലോണുകൾ ഇപ്പൊ തന്നെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ സിബിൽ സ്കോറും മറ്റുമൊക്കെ നമ്മൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സിബിൽ സ്കോർ അറിയുന്നതിന് ഈ പ്രൈവറ്റ് ബാങ്കുകളും മറ്റുമൊക്കെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവര് അതിനുവേണ്ടി ഒരു ചാർജ് ഈടാക്കുവാണ്, സിബിൽ സ്കോർ അറിയാൻ ഒരു ചാർജ്. ഇന്നിപ്പോ ഏത് കൊച്ചുകുട്ടിക്കും മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സിബിൽ സ്കോർ അറിയാൻ പറ്റും. സിബിൽ സ്കോറിനെ കുറിച്ച് ജനത്തിന് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോൺ കിട്ടുമോ ഇല്ലയോ, നമുക്ക് അതിനുള്ള എലിജിബിൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇതേപോലൊരു കാർഡ്, ആധാർ കാർഡ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലൊരു കാർഡ്, ഈ കോമൺ ആയിട്ടൊരു കാർഡ് ഉണ്ടെങ്കിൽ നമ്പർ അടിച്ചു കൊടുത്താൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ, എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ഒരു പൗരനെ സംബന്ധിച്ച് സകലമാന കാര്യങ്ങൾ ഒറ്റ കാർഡിൽ കിട്ടും. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ വ്യാപകമായി തന്നെ അത്തരം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളപ്പോ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ ഒരു കാർഡ് അത് മിക്കവാറും തന്നെ ബീഹാർ ഇലക്ഷന് മുൻപ് തന്നെ ഈ ഇലക്ഷൻ ID ആധാറുമായി ബന്ധിപ്പിക്കപ്പെടും. ഇലക്ഷൻ ID ആധാറുമായി ബന്ധിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബന്ധിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം യൂട്യൂബിന്റെ അക്കൗണ്ട് ആയാലും ജിമെയിലിന്റെ അക്കൗണ്ട് ആയാലും ഒക്കെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവർ അതിൽ താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തോ ഈ നെറ്റിൽ, ആധാർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അകത്ത് കയറാം. അത് സിമ്പിൾ ആണ് സർക്കാരിനെ സംബന്ധിച്ച്. അല്ലാതെ ആരുടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ജിമെയിൽ ഇങ്ങോട്ടും തരൂ, നമുക്കിതിൽ ആഡ് ചെയ്യാം എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. ഫേസ്ബുക്ക് ഓപ്പൺ ആകുമ്പോൾ അവർ എഴുതി കാണിക്കും, നിങ്ങളുടെ ആധാർ നമ്പർ നൽകൂ, എന്നിട്ട് ഓപ്പൺ ആക്കൂ എന്ന് പറയും. സിമ്പിൾ ആണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്കൊക്കെ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടൂ, അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ എന്ന്. കാരണം ഇല്ലെങ്കിൽ യൂട്യൂബ് വർക്ക് ചെയ്യില്ല.
അല്ലാതെ സർക്കാർ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല. ഇപ്പം പിന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ചേർക്കൊന്നും നിർബന്ധിക്കത്തുമില്ല, ബുദ്ധിമുട്ടിക്കത്തുമില്ല. നിങ്ങൾക്ക് ജിമെയിൽ ഓപ്പൺ ചെയ്യണോ, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണോ, ട്വിറ്റർ ഓപ്പൺ ചെയ്യണോ, യൂട്യൂബ് ഓപ്പൺ ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആധാർ നമ്പർ നൽകിയാൽ മാത്രമേ ഓപ്പൺ ആകൂ. ആ സിസ്റ്റം അവർക്ക് സിമ്പിൾ ആ, ബാക്കിയെല്ലാം സിമ്പിൾ ആണ് ധനുഷ്. ഇതിനകത്ത് ഇച്ചിരി ഉള്ളൊരു സങ്കീർണമായ പ്രക്രിയ ഉണ്ടായിരുന്നത് ഈ ഇലക്ഷൻ ഐ ഡി കാർഡിന്റെ ആയിരുന്നു. അത് വന്നു കഴിയുമ്പോൾ ഇനി എത്ര വോട്ടർമാർ ഇന്ത്യയിൽ കുറഞ്ഞു എന്ന് നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഇതൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം സിമ്പിൾ ആണ്. ഏതാണ്ട് ഏറെക്കുറെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ വർഷം ഡിസംബറോട് കൂടി തന്നെ നമ്മൾ ഈ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന കാർഡ് അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ആ പേരായില്ല കാർഡ് അതിന്. എല്ലാവരുടെയും ഏതാ പേര് വന്നിട്ടില്ല, അതിന് കോമൺ ആയിട്ട് ഒരു കാർഡാണ്, അതിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ ഐ ഡി കാർഡോട് ഇതായി കഴിഞ്ഞാൽ അവരുടെ വർക്ക് ഏതാണ്ടൊക്കെ പൂർണ്ണമാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇനി ജനം ഓക്കെ. ബുദ്ധിമുട്ടി ക്യൂ നിന്നിട്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാം അവരുടെ കയ്യിൽ ഓൾറെഡി ആയി. നരേന്ദ്രമോദി ചെയ്ത ഏറ്റവും വലിയ കാര്യം തന്നെ അതായിരുന്നു. അതായത് ആധാറുമായി സർവ്വതിനെയും ബന്ധിപ്പിച്ചു. അതായത് ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവനകത്ത് ഇല്ലാതെ പോയ കുറെ കാര്യങ്ങൾ നമുക്ക് എവിടെയൊക്കെ വസ്തു ഉണ്ടെന്നുള്ളത് ഇപ്പൊ പുതിയ കാർഡിനകത്ത് അതും രേഖപ്പെടുത്തും. നമുക്ക് എവിടെയാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത്, പ്രോപ്പർട്ടിയുടെ അളവ് എന്താണ്, നമ്മൾ ടാക്സ് എവിടെയാണ് അടയ്ക്കുന്നത്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് വരും. അതായത് ഒരു കാർഡിനകത്ത് എല്ലാവരെയും കൂടി ഒതുക്കി രാജ്യത്തെ ഓരോ പൗരനെയും അക്കൗണ്ടബിലിറ്റി ആക്കി, ഓരോ പൗരനും കൃത്യമായ കണക്കുണ്ട്, ഓരോ പൗരനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അത് ഒരുപക്ഷെ നരേന്ദ്രമോദി അതൊരു വലിയ കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. നാളിതുവരെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ആരും തന്നെ ചെയ്തിട്ടില്ല. എത്ര ജനമുണ്ടെന്നോ അവരെന്തൊക്കെ ചെയ്യുന്നു എന്താണെന്നോ അറിയില്ല. ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ കൃത്യമായി തന്നെ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്റെയും ഡീറ്റെയിൽസ് വിരൽത്തുമ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം തന്നെയാണത്. കാരണം ഇതിൽ പിന്നോക്കാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വീടില്ലാത്തവന് വീട് നൽകാൻ പറ്റും, കൃഷിയില്ലാത്തവന് കൃഷി നൽകാൻ പറ്റും, ഇതിനിടെ തട്ടിപ്പ് നടത്തുന്നവനും പിടിക്കാൻ പറ്റും. ഒരു അരസെന്റ് പോലും സ്ഥലമില്ലാത്തവൻ 5 ഏക്കറിന്റെ കാർഷിക വായ്പ എടുക്കാൻ പോയ അവനെ പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കർഷകന്റെ പെൻഷൻ തട്ടിച്ച് മേടിക്കുന്നവനെ പിടിക്കാൻ പറ്റും. അങ്ങനെയും നല്ല കാര്യങ്ങളുണ്ട്. ഏതായാലും നമ്മൾ കുറച്ചുകൂടെ ശക്തമായ ഒരു വികസിത രാജ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറുന്നു. ലോകത്തെ എണ്ണം പറഞ്ഞ 5 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മൾ ദരിദ്ര അവസ്ഥയിൽ നിന്ന് വികസ്വര രാജ്യമായി ഇപ്പോൾ വികസിത രാജ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ അതിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു മിനിമം സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പോകുന്നു. നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. കാരണം നമ്മുടെ ഒക്കെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും അല്ല. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാറുണ്ട്. അതൊക്കെ ഈ 10 വർഷമായിട്ടുള്ളൂ നരേന്ദ്രമോദി കയറിയിട്ട്. നമ്മുടെ മോദിയെ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം കൂടെ അറിയാം, 2014 അധികാരത്തിൽ കയറിയ ഒരു മനുഷ്യനാണ്. കേവലം 10 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ആ 10 വർഷം കൊണ്ട് ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? കൃത്യമായി തന്നെ എല്ലാ മനുഷ്യർക്കും മുകളിലും എനിക്കൊരു ഭരണകൂടമുണ്ട്, ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മുൻപോട്ട് പോകാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഇതൊരു ധീരമായ ചുവടുവയ്പ്പാണ്. അധികം വൈകാതെ ഏതാണ്ട് സോഷ്യൽ മീഡിയ കൂടി വന്നു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ നമ്മൾ നമ്മുടെ ഭരണഘടനയുടെ വിധേയത്വപ്പെട്ട് തന്നെ ജീവിക്കുന്ന ഒരു ഉത്തമ പൗരന്മാരായി മുമ്പോട്ട് പോകും. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.